മന്ത്രിസഭ അംഗീകാരം നൽകുന്ന ബില്ലുകൾ ഗവർണർ ഒപ്പിടുകയല്ലാതെ മറ്റൊരു ഭരണഘടനാ ചുമതലയും അദ്ദേഹത്തിന് നിർവഹിക്കാനില്ലേ? അല്ല, അതൊക്കെ ആ സെക്ഷൻ തന്നെ പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒപ്പിടാം, തിരിച്ചയക്കാം, പ്രസിഡന്റിന് അയക്കാം. ഇനി ഇവിടുത്തെ പ്രശ്നം കേവലം 2 പ്രശ്നമാണ്. ഒന്ന്, ആസ് സൂൺ ആസ് പോസിബിൾ എന്ന ഭരണഘടനാ ശില്പികൾ ഉപയോഗിച്ച വാക്കിനെ 3 മാസമായി, അതായത് ആദ്യമായിട്ട് അയക്കുമ്പോൾ 3 മാസം എന്ന് പറയാൻ ഒരു 2 അംഗ ബെഞ്ചിന് അധികാരമുണ്ടോ? അതില്ല. അവിടെ വ്യാഖ്യാനിച്ച് പറയണം. അവിടെ ആ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ അനുസൃതമായും ആ ചാപ്റ്ററിലെ തത്വങ്ങൾക്ക് അനുസൃതമായും വ്യാഖ്യാനിച്ചു പറയണം. ആധുനിക കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതമായും വ്യാഖ്യാനിച്ചിട്ട് ഈ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന വാക്കിനെ 3 മാസമാക്കാൻ, അല്ലെങ്കിൽ 4 മാസമാക്കാൻ, അല്ലെങ്കിൽ 6 മാസമാക്കാൻ അതിനുള്ള അധികാരം 2 അംഗ ബെഞ്ചിനില്ല. അവിടെയാണ് അതിനകത്ത് പ്രശ്നം. ആസ് സൂൺ ആസ് പോസിബിൾ എന്ന വാക്കിനെ 3 മാസമാക്കാൻ ഭരണഘടനാ ബെഞ്ച് വരണം. അതാണ് അതിന്റെ പ്രശ്നം. രണ്ടാമതൊരു സാങ്കേതിക പ്രശ്നം ഇവിടെ പറഞ്ഞു, രണ്ടാമതും അയച്ചാൽ പിന്നെ അത് ഒപ്പിട്ടേ പറ്റൂ. ശരി, അതേ പറ്റൂ. പക്ഷേ ഗവർണർ അങ്ങനെ ചെയ്തില്ല. സപ്പോസ് ഗവർണർ ഇപ്പൊ തമിഴ്നാട്ടിൽ ചെയ്തില്ല, അദ്ദേഹം അത് പ്രസിഡന്റിന് അയച്ചു, പ്രസിഡന്റ് റിജക്ട് ചെയ്തു. തെറ്റോ ശരിയോ, പ്രസിഡന്റ് റിജക്ട് ചെയ്തു കഴിഞ്ഞു. വൺസ് പ്രസിഡന്റ് റിജക്ട് ചെയ്ത് കഴിഞ്ഞ ബില്ലിനെ ഡീംഡ് ടു ബി പാസ്സായതായി കണക്കാക്കണം എന്ന് പറയാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ? അതും ഒരു 2 അംഗ ബെഞ്ചിന് അധികാരമുണ്ടോ? അവിടെ പ്രശ്നമാണ്. ശരി, ഗവർണർക്ക് 2ാമത്തെ തവണ പ്രസിഡന്റിന് അയക്കാൻ അധികാരമില്ല, ഒപ്പിട്ട് തിരിച്ചയക്കണം. പക്ഷെ അങ്ങൊരു തെറ്റ് ചെയ്തു എന്ന് കൂട്ടുക, അത് രാഷ്ട്രപതി, രാജ്യത്തിന്റെ രാഷ്ട്രപതി അത് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റിജക്ഷൻ ബാധകമല്ല, അത് ഡീംഡ് ടു ബി പാസ്ഡ് എന്ന് പറയണമെങ്കിൽ അവിടെയും ഒരു ഭരണഘടനാ ബെഞ്ച് വരണം. 2 അംഗ ബെഞ്ചിന് അധികാരമില്ല. ഇവിടെ സുപ്രീം കോടതിക്ക് പറ്റിയ തെറ്റെന്താ വെച്ചാൽ, ഞങ്ങൾക്ക് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന വാക്കിനെ വ്യാഖ്യാനിച്ച് 3 മാസമാക്കാനുള്ള അധികാരമില്ല, അല്ലെങ്കിൽ അതിന് കാലാവധി നിശ്ചയിക്കാനുള്ള അധികാരമില്ല, അത് ഭരണഘടനാ ബെഞ്ചിനെ അധികാരമുള്ളൂ എന്ന് പറഞ്ഞ് ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടണം. പിന്നെ ഒരിക്കൽ മടക്കിയത് വീണ്ടും ഗവർണർ അടുത്ത് വന്നതിന് ശേഷം ഗവർണർ അത് വീണ്ടും പ്രസിഡന്റിന് അയച്ച് പ്രസിഡന്റ് റിജക്ട് ചെയ്താൽ അത് ഡീംഡ് ടു ബി പാസ്ഡ് ആണോ, അതല്ല അത് എന്ത് ചെയ്യണം, ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് ഭരണഘടനാ ബെഞ്ചാണെന്ന് പറയേണ്ടിയിരുന്നു അവിടെ.